മക്കളൊക്കെ സ്കൂളിലാക്കിയിട്ടുള്ള തിരിച്ചുവരവാണ് കേട്ടോ ഇത്. ഇന്ന് രാവിലെ മുതൽ നല്ല മഴ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ ഒരു സമയത്ത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യം തീരെ മഴ ഇല്ല എന്ന് തന്നെ പറയാലേ. ഒരു 10 മണിയായപ്പോ പിന്നെ പെരും വെയിലായിരുന്നു കേട്ടോ. ഇന്നലെ കളറൊക്കെ ചെയ്തതിന്റെ ബാക്കിയുണ്ടല്ലോ, ഇന്ന് കളർ ചെയ്യാൻ വേണ്ടി ഒരു മുട്ടി നിൽക്കായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പരിപാടി. ഈ കളറിങ് അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ എൻ്റെ എല്ലാ ബാക്കി പരിപാടികളും അവിടെ ഇങ്ങോട്ട് സ്റ്റക്ക് ആവുന്നുള്ളതുകൊണ്ട് എൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടികളും അല്ലറ ചില്ലറ പരിപാടികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ ഇതിമലേക്ക് അങ്ങോട്ട് ഇരുന്നത്. കുറെ കളറുകൾ മാറി മാറി കൊടുത്തപ്പോൾ ഒരു സുഖം, നല്ല രസമല്ലേ. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടോ ഞാനും സുജി ഉച്ചക്കത്തെ ലഞ്ച് ഒരുമിച്ച് കഴിക്കണത്. സുജി ഉച്ചക്കൊന്നും ഇവിടെ ഉണ്ടാവാറേ ഇല്ല. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറി മക്കളെ പിക്ക് ചെയ്യണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ചു നേരം താത്താനോടും കത്തി അടിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ ആര്യന്റെ കത്തിയടിയാണ് കേൾക്കേണ്ടി വരിക. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ആര്യം ഇങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ക്ലാസ്സിലുണ്ടായ കാര്യങ്ങൾ ഓരോന്ന് പെറുക്കി നമ്മൾ ചെവിക്കൊരു സ്വൈര്യമില്ലാത്ത രീതിയിൽ പറയും. റെയിനു ആണെങ്കിൽ നേരെ തിരിച്ചാണ്, ആവശ്യമുള്ള കാര്യം മാത്രം പറയും, ഓന്റെ പരിപാടിക്ക് പോകും. സുജി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പക്ഷെ നേരത്തെ വീട്ടിൽ കയറിയിട്ട് നല്ല കുട്ടിയായിട്ടുണ്ട്. ഞാനും മക്കളും ഇന്നലെ കൊണ്ടുവച്ച കോണൊക്കെ ഇങ്ങനെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ആക്കിയിട്ട് സ്പൈസി ആക്കി കഴിക്കുകയാണ് കേട്ടോ. പക്ഷെ ലിയോൺ ടോട്ടോ ഞങ്ങൾ പിന്നാലെ തന്നെ ഉണ്ട്. വായിൽ വെള്ളം ഊറി നടക്കുകയാണ് കേട്ടോ. മുളക് പൊടി ഉപ്പൊക്കെ ആക്കിയതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നില്ല, അവർക്ക് അവരുടെ ഫുഡ് കൊടുത്തു കേട്ടോ. ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ അവരത് കൊടുത്തു. ഈവനിങ് ആയപ്പോൾ നല്ല മഴയായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. സ്കൂൾ തുറന്നപ്പോൾ ഒരു മാസമായി. വീണ്ടും ബുക്സൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കിട്ടാത്തതൊക്കെ കിട്ടി. അതൊക്കെ കിട്ടുമ്പോൾ പിന്നെ അത് കവർ ചെയ്യണമല്ലോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ കവർ ചെയ്യാന്നുള്ളത്. പക്ഷെ ചെയ്ത് ഇപ്പോൾ ഒരു പണിയല്ലാതായി മാറിയിട്ടുണ്ട്. സുജിന്ന് നേരത്തെ വന്നതുകൊണ്ട് ഒരു മൂവിയൊക്കെ കാണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ദൃശ്യം 3 ആണ്. സുജി കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉപ്പയും ഉമ്മയും താത്ത എല്ലാവരും വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം സുജി ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. സുജി തന്നെയാണ് എന്നോട് പോയി കണ്ടോളാൻ പറഞ്ഞതും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്നതും. എന്നാലും സുജി ഇല്ലാതെ പോയി കണ്ടതിന്റെ ചെറിയൊരു പരാതി പറച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിത് 2ാമത്തെ തവണ ഒന്നും കൂടി കാണട്ടെ. അപ്പൊ ശരി, ബൈ.